ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗൈസ് ഞാനിന്ന് വന്നേക്കുന്നത് ഒരു ഔഷധ സസ്യം പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒടിഞ്ഞ അസ്ഥികളൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരാൻ കഴിവുള്ളൊരു ചെടിയാണ് കേട്ടോ ഇത്. ചങ്ങലം പരണ്ട എന്നാണ് പേര്. പലരും കേട്ടിട്ടുണ്ടാവും. ഇനി കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ കേട്ടോളൂ കേട്ടോ. പേര് പോലെ തന്നെ ഇത് ചങ്ങലയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. ശരിക്കും നമുക്ക് ഈ അസ്ഥിയൊക്കെ ജോയിൻ ചെയ്ത് കിടക്കൂലേ, ആ ഒരു ഫീല് തോന്നും കേട്ടോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതൊരു വള്ളിച്ചെടിയാണ് കേട്ടോ. മരങ്ങളിലൊക്കെ ഇങ്ങനെ പടർന്ന് കയറാൻ വേണ്ടിയിട്ട് ചെറിയ ചെറിയ സ്പ്രിങ് പോലുള്ള വള്ളികളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് കേട്ടോ അതൊക്കെ കാണാൻ. പിന്നെ ഇതിൻ്റെ ഇലയ്ക്ക് ഹാർട്ടിൻ്റെ ഷേപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ല പൊട്ടലോ ചതവോ ഒക്കെ ആണെങ്കിൽ ഇത് നല്ലോണം ചതച്ചരച്ചിട്ട് കയ്യിൽ കെട്ടിവെച്ചാൽ മതി. കയ്യിൽ എവിടെയാണെന്ന് വെച്ചാൽ കെട്ടിവെച്ചാൽ മതി കേട്ടോ. പക്ഷേ കെട്ടി വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം ഗൈസ്, കാരണം നമ്മൾ പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും പൊസിഷനിലൊക്കെ ആണെങ്കിൽ കെട്ടിവെച്ചിട്ട് അതങ്ങനെ അങ്ങോട്ട് സെറ്റായി പോകുന്നതാണ് പറയണത്. അപ്പം അറിയാവുന്ന ആരെക്കൊണ്ടെങ്കിലും ചെയ്യിപ്പിച്ചാൽ മതി. പൊട്ടലൊക്കെ ഉണ്ടെങ്കിൽ, ചതവൊക്കെ ആണെങ്കിലും ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒന്ന് കെട്ടിവെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഇവിടെ ഉണ്ടാക്കിയ കുഴമ്പാണ് കേട്ടോ. അച്ഛൻ ഉണ്ടാക്കിയതാണ്. എനിക്ക് തോന്നുന്നു ഇതൊരു കൊല്ലത്തെയൊക്കെ പഴക്കമുണ്ട്. അച്ഛൻ ഉണ്ടാക്കി വെച്ചതായിരുന്നു. രണ്ടാമതോ മൂന്നാമതോ ഉണ്ടാക്കി വെച്ചതാണ് കേട്ടോ. കാരണം കുറേ ഉണ്ടാക്കിയ സമയത്ത് അച്ഛൻ അറിയുന്ന ആൾക്കാർക്കൊക്കെ കൊടുത്തപ്പോൾ അവർക്ക് ഭയങ്കര യൂസ്ഫുൾ ആയപ്പോൾ അച്ഛൻ്റെ കയ്യിൽ പിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ വാങ്ങി വെച്ചതാണ് കേട്ടോ ഈ ബോട്ടിൽ. പക്ഷേ ഇത് അച്ഛന് യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല, കാരണം അച്ഛൻ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ട് കിടപ്പിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒരു സാമ്പിൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിലാക്കിയതാണ് കേട്ടോ. ഇത് നല്ല യൂസ്ഫുൾ ആണ്, കാരണം ഞാനിപ്പോൾ എൻ്റെ കാലിന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നുണ്ട്. ഹസ്ബൻഡിൻ്റെ കയ്യിൽ ക്രിക്കറ്റിൻ്റെ ബോൾ കൊണ്ടിട്ട് നല്ല നീരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം ഭയങ്കര നീരായിരുന്നു. അപ്പോൾ ഇതൊരൊറ്റ ദിവസം വെച്ചിട്ടേ ഉള്ളൂ ഗൈസ്. അപ്പം തന്നെ അതൊക്കെ നീരൊക്കെ വലിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഡെലിവറി ഒക്കെ കഴിഞ്ഞവർക്ക് ഇത് ഭയങ്കര യൂസ്ഫുൾ ആണെന്ന് കേട്ടിട്ടുണ്ട് കേട്ടോ. കാരണം ഊരവേദന നടുവേദന ഒക്കെ ഉള്ളവർക്ക് ഈ പ്രസവിച്ച സമയത്ത് കുളിക്കുമല്ലോ, അപ്പോൾ ഇതിൻ്റെ എണ്ണ തേച്ച് കുളിക്കുമായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പോൾ ഞാനൊന്ന് പ്രസവിച്ച സമയത്ത് എനിക്ക് ഇതിനെക്കുറിച്ച് അറിയായിരുന്നെങ്കിൽ തേക്കായിരുന്നു. എന്തോ ഭാഗ്യത്തിന് എനിക്ക് നടുവേദന ഇതുവരെ വന്നിട്ടില്ല. ഇനി വരുമോ എന്നറിയില്ല. കാലുവേദന ഉണ്ട് ഗൈസ്, നല്ല വേദന ഉണ്ട്. അപ്പോൾ ഞാൻ അതിന് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതിനെക്കൊണ്ട് വേറൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ. എന്താണെന്നറിയോ, നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ട് ബെസ്റ്റാണ് കേട്ടോ ഇത്. അപ്പം സാധാരണ നമ്മൾ വെളിച്ചെണ്ണ കാച്ചണ പോലെ തന്നെ ഇതിട്ടിട്ട് കാച്ചിയാൽ മതി. പിന്നെ വേറൊന്നും കൂടെ ഉണ്ട്, നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം കേട്ടോ. ചമ്മന്തി അരയ്ക്കാമെന്നാണ് കേട്ടത്. അത് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടില്ല. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ.